തന്നെ ഈ കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷൻ ആക്രമണം, ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരൻ, അദ്ദേഹം ഒരു ക്ഷേത്രം ജീവനക്കാരനാണെന്ന് കൂടി പറയപ്പെടുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസ് എടുക്കണോ വേണ്ടയോ, ഈ ഇതിൽ ആരോപണ വിധേയരായ ആ പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണോ വേണ്ടയോ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻസ് അതിൽ? തുടക്കത്തിൽ തന്നെ പറയട്ടെ, ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ കേൾക്കുന്നുണ്ടെങ്കിൽ അടുത്ത തവണ താങ്കൾക്ക് വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ ജീവനോടെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ വരണമെങ്കിൽ ദയവ് ചെയ്ത് ഈ ക്രിമിനൽ ഗുണ്ടകളെ, പോലീസിനുള്ളിലെ ക്രിമിനൽ ഗുണ്ടകളെ പിരിച്ചുവിടുക തന്നെ വേണം. പെൻഷൻ പോലും വാങ്ങാത്ത തരത്തിൽ. തുടക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണ് എന്ന് പറഞ്ഞത് നന്നായി. അത് കേട്ടിട്ട് അദ്ദേഹത്തിന് തോന്നലുണ്ടാകട്ടെ, താനാണ് ഇവിടുത്തെ ആഭ്യന്തര. അതെ, ഞാനാണ് ഇവിടെ മുഖ്യൻ പോലീസിനെയാണോ ഭരിക്കുന്നത്, പോലീസ് മുഖ്യനെയാണോ ഭരിക്കുന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം മുഖ്യൻ പോലും പറഞ്ഞിട്ട് കേൾക്കാത്ത പോലീസുകാരന്മാരാണ് കേരളത്തിലുള്ളത് എന്നത് മാത്രമല്ല, ആഭ്യന്തര വകുപ്പിനെ എങ്ങനെയൊക്കെ പ്രതിപക്ഷത്തിന് മുന്നിൽ തലകുനിച്ച് നാണം കെടുത്താൻ കഴിയുമോ അതിൻ്റെ എല്ലാ കരുക്കളും ഇവർ നീക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പോലീസുകാരെല്ലാം കോൺഗ്രസ്സുകാരും RSSകാരും BJPക്കാരും ആണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പിണറായി വിജയനായിട്ട് പണിയാൻ വേണ്ടി ഇവന്മാർ നോക്കൂ എന്നുള്ളതാണ്. അതെ, പിണറായി വിജയന് പോലീസിനെ ഭയമാണ് എന്ന ഒരാക്ഷേപം പ്രസക്തമാണ്. കാരണം മുമ്പുണ്ടായിരുന്ന DGP ബെഹ്റ, അദ്ദേഹം സർവീസിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് കൊച്ചി മെട്രോയുടെ തലപ്പത്തേക്കാണ്. അപ്പം അത്രമാത്രം പ്രിയപ്പെട്ടവനാകാൻ ബെഹ്റ എന്താണ് പിണറായി വിജയന് ചെയ്തു കൊടുത്തതെന്ന് ആർക്കും അറിയില്ല. അതിനുശേഷം വന്ന DGPമാരോട് ഇത് തന്നെ അവസ്ഥ. അതേപോലെ അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കിടന്ന പെടാപ്പാട്. അപ്പോൾ ഈ പോലീസുകാരെ എന്താ പറയുക, സംരക്ഷിക്കുന്ന ഒരു ഭരണകൂടമാണ് സംസ്ഥാനത്തുള്ളത് എന്നുള്ളൊരു പൊതുവേ ഒരു പ്രതീതി ഉണ്ട്. അപ്പോൾ ആ ഒരു ലൈസൻസ് താഴേക്കിടയിലുള്ള പോലീസുകാർ എടുത്ത് ചാമ്പുന്നു എന്നേ ഉള്ളൂ. ഈ കാക്കിയിട്ട പരനാറികൾ ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചേക്ക്. ഏതായാലും അതുകൂടി പറഞ്ഞ സ്ഥിതിക്ക് പിണറായി വിജയനായിട്ടുള്ള ഒരു കൊട്ടുകൂടി കൊടുത്തിട്ട് നിർത്തിയേക്കാം. ഈ നവകേരള യാത്ര ആലപ്പുഴയിലോട്ട് കടന്നു പോയപ്പോൾ അതിനെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ പട്ടിയെ തല്ലുന്ന പോലെ ഇട്ട് തല്ലിയത് പിണറായി വിജയൻ്റെ അംഗരക്ഷകരായ പോലീസുകാരായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുന്ന പിണറായി വിജയൻ ഞങ്ങളെ സംരക്ഷിക്കും എന്ന രീതിയിൽ ഒരു മനോഭാവം അവർക്കുണ്ടായിപ്പോയിൽ തെറ്റു പറയാനൊക്കത്തില്ല. ഇനി പറഞ്ഞു. ഈ കാക്കിയിട്ട പരനാറികളെന്ന് യവന്മാരെ പറയാൻ പറ്റും. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും അല്ല, നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥരെ നിങ്ങൾ ക്ഷമിക്കുക. ഇത്തരം, അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കയറിക്കൂടി PSC ലിസ്റ്റിലൊക്കെ എങ്ങനെയാണ് അതിലൊക്കെ വരുന്നതെന്ന് നമുക്കറിയാം. സഹാക്കന്മാരായവരൊക്കെ PSC ലിസ്റ്റിൽ എങ്ങനെയാണ് പോലീസിലൊക്കെ കയറുന്നതെന്നൊക്കെ നമുക്കറിയാം. എന്തായാലും കയറിക്കൂടിയതിനു ശേഷം ജനങ്ങളെ കാണുന്നത് പോലും ഇവന്മാർക്ക് അറപ്പാണ്. ജനങ്ങളെ കയ്യിൽ കിട്ടിയാൽ ചപ്പാങ്കുറ്റി അടിച്ച് പൊട്ടിക്കുക, ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുക, എന്ത് ചെയ്താലും പലരും പരാതി പറയാത്തത് ഈ പുറത്തൊക്കെ പോകാനൊക്കെ അപേക്ഷ നൽകുന്നവരുണ്ടല്ലോ, പാസ്പോർട്ടിന് അപേക്ഷ നൽകുന്നവരുണ്ട്, PCC ഒക്കെ എടുക്കണം, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. ഇവന്മാരെ ക്ലിയർ അല്ല, ഇവന്മാര് നമുക്ക് പോലീസിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് തരണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഒരു ഗതികേടാണ്. എന്നിട്ട് ആ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാനുള്ളത് കൊണ്ട് പലരും നമ്മൾ പലപ്പോഴും ഈ യുവന്മാർ എന്ത് തെമ്മാടിത്തരം കാണിച്ചാലും തോന്നിവാസം കാണിച്ചാലും നമ്മളാരും പരാതിപ്പെടാൻ പോകില്ല എന്നുള്ളതാണ്. എന്തോ ആയിക്കൊണ്ട് പോട്ടെ, കാരണം എങ്ങനെയും കള്ളക്കേസ് ഉണ്ടാക്കാൻ ഇവന്മാരെ പോലെ മിടുക്കന്മാര് ഇന്ത്യയിൽ തന്നെ വേറെ ആരും ഇല്ലല്ലോ, പ്രത്യേകിച്ച് കേരള പോലീസ്. അപ്പോൾ ഒരാളോട് എന്തെങ്കിലും പകരം വീട്ടണമെങ്കിൽ കള്ള FIR ഒക്കെ എഴുതി വെച്ച് അവരെങ്ങനെയും കൊടുക്കുന്ന തരത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും ബഹുരസം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. എന്നിട്ട് ഈ ജനസൗഹൃദ പോലീസ് സ്റ്റേഷൻ, ജനങ്ങളുമായി സൗഹൃദമുള്ള പോലീസ് സ്റ്റേഷൻ, ആ പോലീസ് സ്റ്റേഷനിൽ ഇടിമുറികളുണ്ട്. പണ്ട് SFIയുടെ കോളേജുകളിലാണ് ഈ ഇടിമുറികൾ നമ്മൾ കേട്ടിട്ടുള്ളത്. SFI ഭരിക്കുന്ന കോളേജ്. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇടിമുറി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ സുജിത്ത് എന്ന് പറയുന്ന കുന്നംകുളത്തെ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, ക്ഷേത്ര ജീവനക്കാരനിൽ നിന്ന് CCTV ദൃശ്യങ്ങൾ, അയാൾ തന്നെ 2 വർഷം മുമ്പ് നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾക്ക് വിവരാവകാശം നൽകി. ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിലെ ജനങ്ങൾ സംസാരിക്കുന്നത്. അതൊന്ന് ഈ ഇടയ്ക്ക് ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ച ഇതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പിന്നെ ഈ കൈത്തരിപ്പ് തീർക്കുന്നത്, അയാൾ അടിക്കും,
അയാൾക്ക് ദേഷ്യമുള്ള ആളുകളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇയാൾ അടിച്ചിട്ട് ചൊറിയണം തേക്കും അവരുടെ ദേഹത്ത്. എന്നിട്ട് അവരിരുന്ന് ചൊറിഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായി, അതായത് സ്വകാര്യ ഭാഗങ്ങളിലൊക്കെയാണ് ചൊറിയണം തേക്കുന്നത്. എന്നിട്ട് അവർ ഈ തുണി ഊരിയിട്ടിട്ടിരുന്ന് ചൊറിയുമല്ലോ. ഇത് കാണുമ്പോൾ ഇയാൾക്കൊരു ഹരമെന്നാണ് പറയുന്നത്. ഇത് കണ്ട് ഇയാൾ ആസ്വദിക്കുമെന്നാണ് പറയുന്നത്. ഒരു പട്ടാളക്കാരനെ പിടിച്ചുകൊണ്ട് പോയിട്ട് അയാൾ മരിച്ചുപോയെന്നാണ് അയാളുടെ അമ്മ പറയുന്നത്. പിന്നെ ഈ കാലിൽ പിന്നെ ഈ ഈ കറണ്ട് അടുപ്പിച്ചിട്ട് കറണ്ട് അടുപ്പിക്കുക. അതിനുശേഷം മെഴുകുതിരി ഉരുക്കി ദേഹത്തെല്ലായിടത്തും ഒഴിക്കും. എന്നിട്ട് നട്ടലിൽ ഇടിച്ച് പിന്നെ കലക്കും. ഇതൊക്കെയാണ്. എന്നിട്ട് അവസാനം കിടന്ന കിടപ്പിൽ അയാൾ മരിച്ചുപോയി. ആ പട്ടാളക്കാരൻ മരിച്ചുപോയി. അപ്പോൾ എന്തുമാത്രം ക്രൂരതകളാണ് ഇവന്മാര് കാണിക്കുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ നമ്മൾ പോലും ചിന്തിക്കാൻ കഴിയാത്ത ക്രൂരതകളാണ്. ആ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്സുകാരനെ കാണിക്കുന്ന ക്രൂരത കണ്ടാൽ സത്യത്തിൽ നമുക്ക് തന്നെ പിന്നെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് പറഞ്ഞിട്ടുണ്ട്, കാക്കിയിട്ട തെണ്ടികളെ നിനക്കൊക്കെ മതിയായില്ലേ ഇനിയെങ്കിലും, നീയൊക്കെ ജനങ്ങളുടെ ശമ്പളം തന്നെ അല്ലേടാ വാങ്ങുന്നത് ഈ കാക്കി തുണി ഇട്ടുകൊണ്ടെന്ന്. ശരിയാണ്, നമ്മുടെ നികുതി പണത്തിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഇവന്മാർ നമ്മുടെ നെഞ്ചത്ത് തന്നെ കയറി ആറാട്ട് നടത്തുകയാണ്. എല്ലാ നിയമവശങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇതിൽ മറ്റൊരു സംഭവമുണ്ട്. ഈ പിന്നെ ഇടികൊള്ളുന്ന ആളുകളുണ്ടല്ലോ, ഇവർക്ക് പോലീസ് നമ്മളെ അടിച്ചു എന്ന് പറഞ്ഞ ഒരു പരാതി കൊടുക്കാം. പോലീസ് സ്റ്റേഷനിലോ SHOക്കോ DYSPക്കോ, അതായത് പിന്നെ സംസ്ഥാനത്തെ അല്ലെങ്കിൽ അവിടുത്തെ കമ്മീഷണർക്ക് പരാതി കൊടുക്കാം. ഇനി പോലീസിനെതിരെ പരാതി കൊടുത്തതുകൊണ്ട് ചിലപ്പോൾ പോലീസ് ഈ പരാതി ഫയലിൽ സ്വീകരിക്കില്ല. കാരണം ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ പോലീസുകാരൻ കുറ്റക്കാരനായി എന്നുള്ളതാണ്. കാരണം അയാൾ ഈ കേസിൽ ഉൾപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ ഫയലിൽ സ്വീകരിക്കാതെ വരുമ്പോൾ ഈ അടി കൊണ്ട ആൾക്ക് കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിച്ച് കോടതി ഇതിന്റെ കേസെടുക്കും. കേസെടുത്ത് കഴിയുമ്പോൾ കോടതി സാക്ഷികളെ വിളിക്കും, ആ കാര്യങ്ങൾ മൊഴിയെടുക്കും. കോടതിയിൽ ഈ കേസ് കിടക്കും. ഈ കേസ് ഇങ്ങനെ കിടക്കും. ഇയാളുടെ പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കും. നാട്ടുകാരെ നെഞ്ചത്ത് കയറും, പാവങ്ങളുടെ നെഞ്ചത്ത് കയറും, എടുത്തിട്ട് അടിയും ഈ പിന്നെ ഈ ജിഷ വധക്കേസിലെ പ്രതിയെ, ബലാത്സംഗ കേസിലെ പ്രതികളെ, ഈ കൊച്ചുകുട്ടികളെ ഉപദ്രവിക്കുന്ന പ്രതികളെ, ഇവന്മാരെയൊക്കെ ഉപദ്രവിച്ചാലും കൊന്നാലും ഇവിടെ ആരും ചോദിക്കാൻ വരില്ല. ഇവന്മാരൊക്കെ രണ്ടടി കിട്ടേണ്ടവന്മാർ തന്നെയാണ്. അതൊക്കെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പൊ ഈ കേസ് കോടതിയിൽ ഇങ്ങനെ തന്നെ കിടക്കും. ചിലപ്പോൾ ഈ പരാതി കൊടുത്തയാൾ ഇതിന്റെ പിന്നിൽ പോവുമായിരിക്കും. പരാതി പിന്നെ ആർക്കെതിരെയാണ് പരാതി കൊടുത്ത അയാൾ ചിലപ്പോൾ ഇത് വിട്ടുകളഞ്ഞാണ്, പോലീസല്ലേ, അതുകൊണ്ട് ഇതിൽ ഇവന്മാരൊന്നും വലിയ ഇതാക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പെൻഷൻ ആവുന്ന സമയമുണ്ടല്ലോ, ഇവന്മാർ ഈ എല്ലാ കോലാഹലങ്ങളും കഴിഞ്ഞ് അവസാനം തൊപ്പി ഊരുന്ന ഒരു സമയമുണ്ടല്ലോ, ഈ തൊപ്പി ഊരി വീട്ടിൽ ഇരിക്കുമ്പോൾ പെൻഷൻ വേണമല്ലോ. പെൻഷൻ അപേക്ഷിക്കുമ്പോഴാണ് ഇയാളുടെ പേരിൽ ഒരു കേസ് കോടതിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കേസ് സ്കോഷ് ചെയ്യാതെ ഇയാൾക്ക് പെൻഷൻ കിട്ടില്ല, ഒരു ആനുകൂല്യങ്ങളും കിട്ടില്ല. അവിടെയാണ് ഇവന്മാര് പെട്ടുപോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ അടി കിട്ടുന്ന, കുറ്റം ചെയ്യാതെ, ഈ സുജിത്ത് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ വഴിയിലെങ്ങാണ്ടൊരു പിന്നെ വാക്കുതർക്കം ഉണ്ടായതിന്റെ പേരിൽ ഒറ്റ മുണ്ടിലാണ് കൊണ്ടുപോകുന്നത്. ആ കൊണ്ടുപോകുമ്പോൾ തന്നെ പോലീസുകാരുടെ മുഖം കണ്ടാൽ അറിയാം, ഇവനെ കൊണ്ടിട്ട് 4 കൊടുക്കണം. അതായത് യൂത്ത് കോൺഗ്രസ് ആണ്, അപ്പോൾ 4 കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. ആ മുഖഭാവം കണ്ടാൽ തന്നെ അറിയാം ഇവന്മാരാ ചെറുക്കനെ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പോലീസുകാരിൽ നിന്ന് വെറുതെ അടികൊള്ളുന്ന ആളുകളെ നിങ്ങൾ വിചാരിച്ച ലവന്മാർക്ക് ജീവിതകാലത്തിൽ ഒരിക്കലും പെൻഷൻ വാങ്ങാൻ കഴിയില്ല. യവന്മാരെ പേരിൽ ഒരു കേസ് കൊണ്ടുവന്ന് കോടതി കൊടുക്കുക, കോടതി അത് അന്വേഷിക്കാൻ ഉത്തരവിടും. ആ കേസ് നിങ്ങൾ പിൻവലിക്കുന്നത് വരെ അത് അവിടെ തന്നെ കിടക്കും. നിങ്ങൾക്ക് കേസില്ല എന്ന് എഴുതി കൊടുക്കുന്നത് വരെ അത് അവിടെ തന്നെ കിടക്കും. യവന്മാര് ജമ്മത്ത് ഈ പോലീസ് കാക്കിയിടുമ്പോൾ കാണിക്കുന്ന ഈ നികളിപ്പ്, അഹങ്കാരവും ധാർഷ്ട്യവും ഇതൊന്നും പെൻഷൻ ആവുമ്പോൾ ഇവന്മാർക്ക് ഉണ്ടാവില്ല. ആ സമയത്ത് ഇവന്മാര് പെൻഷൻ വാങ്ങിച്ച് തിന്നരുത്, ആ നിലയ്ക്ക് കൊണ്ടെത്തിക്കുക. എന്നാൽ മാത്രമേ ഈ ജനമൈത്രി പോലീസുകാർ നന്നാവൂ.